ഹലോ, ഇന്നൊരു ഔട്ടിംഗ് വീഡിയോ ആണ്. ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ ഉമ്മയും കൂടെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ചെറിയൊരു പർച്ചേസിങ് ഉണ്ടായിരുന്നു കേട്ടോ. അതും എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരാമെന്നുള്ളതിൽ ഞങ്ങളൊന്ന് പുറത്തിറങ്ങുവാണ്. ബാഗിൽ ഞാൻ എന്നും വെക്കുന്ന പോലെ തന്നെ പാത്തുവിൻ്റെ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പാത്തുവിനൊരു ഹാൻഡ് കർച്ചീഫും പിന്നെ ഒരു ഡയപ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടർക്കിയും പിന്നെ ഒരു ബിബ്, ഇത് അവളുടെ ഫുഡാണ്. പിന്നെ വെള്ളത്തിൻ്റെ ബോട്ടിൽ, പിന്നെ ഒരു എക്സ്ട്രാ അവൾക്കൊരു ഡ്രസ്സും പിന്നെ ഡയപ്പറും വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അവൾ കളിക്കുന്ന പ്ലേ ഐറ്റംസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ. അവൾ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ എന്തെങ്കിലും കുറുമ്പൊക്കെ കാണിക്കുമ്പോൾ അവൾക്ക് എടുത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ എൻ്റെ വാലറ്റൊക്കെ വെച്ച് പാത്തുതാ ഇവിടെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഭയങ്കര കളിയിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ റെഡിയായി. ഞാനിതായിരുന്നു കേട്ടോ ഇന്നിട്ടിരുന്നത്. ഇതൊരു കാർഡിഗനാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും ഓപ്പണും പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ടൈ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിനകത്ത് ഞാനൊരു ഇന്നർ വെച്ചിട്ട് പെയർ ചെയ്തതാണ്. ഈ റിങ്സ് ഞാൻ ഒരുപാടായിട്ട് വാങ്ങിച്ച് വെച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഈ വാച്ചിൻ്റെ കൂടെ ഒന്ന് പെയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടാ. പാത്തുവിന് മോൻ എൻ്റെ മടിയിൽ ഇരിക്കുന്നത് കണ്ടിട്ട് തീരെ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അവനെ ഉപദ്രവിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ പാത്തുവിനെ ഞാൻ എൻ്റെ മടിയിൽ വെച്ച് മോനെ ഉമ്മ മടിയിൽ വെച്ചിട്ടാ. അപ്പോഴാണ് അവൾക്കൊന്ന് ആശ്വാസമായത്. കണ്ടില്ലേ, മൂളിപ്പാട്ടൊക്കെ പാടിയിട്ടിരിക്കുന്നു. ഞങ്ങൾ ആദ്യം ചെമ്മണ്ണൂർ ജ്വല്ലറി കേട്ടോ പോയത്. അവിടെ ഉമ്മാക്കൊരു സ്കീം ഉണ്ടായിരുന്നു. ആ സ്കീം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിരിക്കുന്നത്. പാത്തുവിനെ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് കൊടുത്ത് അവൾക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് പറ്റൂല കേട്ടോ. അവൾ അങ്ങനെ അമ്മ പിടിച്ചതിനുള്ളതാണ് ആ കാണിക്കുന്നത്. ഇനി അവിടെ നിന്ന് എണീറ്റിട്ട് അനിയത്തിയുടെ മോനാണത്. അനിയത്തിയുടെ മോൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ അടുത്തൊക്കെ ചെന്നിട്ട് കുരുത്തക്കേട് കളിക്കാൻ പോകും. അങ്ങനെ അനിയത്തി വീണ്ടും അവിടെ പിടിച്ചിരുത്തിട്ടോ. അപ്പോൾ ആ ദേഷ്യമാണ് ഈ കാണിക്കുന്നത്. ആളിപ്പോൾ നല്ല കുറുമ്പത്തി അയക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറി കുറച്ച് റിങ്സൊക്കെ നോക്കി. അതിലൊരു റിങ് വാങ്ങിച്ചു. പാത്തു പിന്നെ എന്നെ പോലെയാണ് കേട്ടോ, കണ്ണാടി കണ്ടാൽ വിടൂല. ഞാൻ ആദ്യം അങ്ങനെയൊക്കെ ആയിരുന്നു. കണ്ണാടി കണ്ടാൽ ഞാൻ അവിടെ സെൽഫി എടുത്ത് എന്തായാലും ഒരു ഫോട്ടോ നിർബന്ധമായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ പഴയ സ്വഭാവം വീണ്ടും വന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. മിറർ കണ്ട അപ്പം ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. പാത്തുതാ മിററിൽ നോക്കിയിട്ട് ഭയങ്കര കളിയാണ്. അത് പിന്നെ അങ്ങനെ ആണല്ലോ അല്ലേ, മിറർ കണ്ട മിറർ സെൽഫി നിർബന്ധമാണല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ ഫാമിലിയിലോട്ടാണ് പോയത് കേട്ടോ. എനിക്കൊരു ചപ്പൽ വേണമായിരുന്നു. ബഡ്ജസ് വിചാരിച്ചിട്ടാണ് ഞാൻ പോയതെന്നുണ്ടെങ്കിലും ഡ്യൂട്ടീസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ 2-3 കളക്ഷൻസൊക്കെ ഞാൻ ഇട്ട് നോക്കി. എനിക്കിഷ്ടാവുകയും ചെയ്തു. ഈ ബ്ലാക്ക് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇതിൻ്റെ സൈസ് ഞാൻ ഇട്ട് നോക്കിയത് ഒരു സൈസ് മുകളിലുള്ളതായിരുന്നു കേട്ടോ. അതിൻ്റെ ചെറിയ സൈസ് ചോദിച്ചപ്പോൾ ഇല്ലായിരുന്നു അവിടെ. അങ്ങനെ ഞാൻ ഈ വൈറ്റ് നോക്കി. പക്ഷേ ഇത് പക്ക പാർട്ടി വെയർ ആയതുകൊണ്ട് അത് ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ഇതായിരുന്നു. ഇത് പിന്നെ കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് മോളെ കൊണ്ട് നടക്കുമ്പോൾ ബുദ്ധിമുട്ടാവും എന്നുള്ളത് മനസ്സിലാക്കി ഞാനത് അവിടെ വെച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറി. ആദ്യം ഉമ്മാക്ക് സാരി നോക്കാനുണ്ടായിരുന്നു. അത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മുകളിൽ കയറിയത്. ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കളർ കോമ്പോസ് നോക്കി നിൽക്കായിരുന്നു കേട്ടോ. അടിപൊളി കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, നല്ല കോമ്പോസാണ്. അതിൽ ഈ കാണുന്ന പീക്കോക്കും ഡാർക്ക് ബ്ലൂ ഉള്ളതാണ് കേട്ടോ ഉമ്മാക്ക് എടുത്തത്. അങ്ങനെ ഉമ്മാക്ക് അതിലേക്കൊരു സ്കാർഫ് എടുക്കാൻ പോയി. സ്കാർഫ് എടുത്തു. അപ്പോഴേക്കും ബാത്തു അലമ്പുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉമ്മാൻ്റെ അടുത്തുനിന്ന് ഉമ്മാനെ ശല്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നേരെ എനിക്കൊരു നൈറ്റി വേണമായിരുന്നു. നൈറ്റി എടുക്കാൻ പോയി. പക്ഷേ ഞാൻ ഇടുന്ന ഐറ്റംസ് ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉമ്മാക്കും അനിയത്തിക്കും എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയേ.
ഡ്രസ്സുകൾ അവർ ഇട്ടിരുന്ന് കണ്ടപ്പോൾ പാത്തു ഇതിൻ്റെ മുകളിൽ ചാടി കയറി കിടന്നു കേട്ടോ. അവൾക്ക് ഈ പൊടികളൊന്നും പറ്റാത്തതുകൊണ്ട് എടുക്കാൻ നോക്കിയെങ്കിലും തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ പാത്തുവിന് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്രൗണ് വേണമായിരുന്നു കേട്ടോ. ഇതുപോലെ ബോയിൽ ഒരു ക്രൗണ് വരുന്നത് എനിക്ക് വേണമായിരുന്നു. ഇതെന്തിനാന്നുള്ളത് ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ പറയണ്ടേ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു. പാത്തുവിനൊരു എക്സ്ട്രാ 2 ബോ ഒക്കെ വാങ്ങിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ജ്യൂസിലോട്ടാണ് കേട്ടോ പോയത്. ഇത് കണ്ടില്ലേ, ഞാൻ പാത്തുവിന് ഷുഗറോ സോൾട്ടോ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഉമ്മ എൻ്റെ കണ്ണ് വെട്ടിച്ച് എപ്പോൾ ചാൻസ് കിട്ടിയാലും എൻ്റെ ഉമ്മ അവൾക്ക് കൊടുക്കും. അങ്ങനെ ജ്യൂസ് കൊടുക്കുകയാണ് കേട്ടോ അവൾക്ക്. അങ്ങനെ ഒരുപാട് കൊടുക്കൊന്നുമില്ല കേട്ടോ. അവൾക്ക് അവളുടെ രസത്തിന് ഇങ്ങനെ തോണ്ടി കൊടുക്കുന്നേ ഉള്ളൂ. അവർ പറയും പണ്ടൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ തന്നിട്ടല്ലേ നിങ്ങൾ ഈ വളർന്നേന്നുള്ളത്. അതാണ് കേട്ടോ എൻ്റെ അമ്മാനോട് കൊടുക്കല്ലേ എന്ന് പറയുമ്പോൾ പറയുന്ന ഡയലോഗ്. ഞങ്ങൾ സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിക്കാൻ. അങ്ങനെ സാൻഡ്വിച്ച് വന്ന് ഓർഡറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതാ കണ്ടോ, ഉമ്മ അതിൽ നിന്ന് എടുത്തിട്ട് അതും കൊടുക്കുന്നുണ്ട് പാത്തുവിന് കേട്ടോ. എൻ്റെ ഉമ്മ എന്നല്ല, എല്ലാ പേരക്കുട്ടികളുള്ള വല്യമ്മമാരിങ്ങനെ തന്നെ ആയിരിക്കില്ലേ, എന്ത് കിട്ടിയാലും വായിൽ വെച്ച് കൊടുക്കും അല്ലേ. ഞങ്ങൾ നോക്കുന്നത് അവിടെ ഒരു വല്യപ്പ വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ വല്യപ്പാക്ക് എന്തെങ്കിലും വേണോ ചോദിച്ചു. ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഉപ്പാക്കുള്ള പാർസൽ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ബാസ്യത്തിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ തായിഫിൽ എനിക്കുള്ള ചെരുപ്പ് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്കും ഉമ്മാക്കും അനിയത്തിക്കും വേണമായിരുന്നു കേട്ടോ ചെരുപ്പ്. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും കൂടി കിട്ടുന്നത് അവിടെ നിന്ന് കിട്ടുകയാലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ അടുത്തതായിട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഉമ്മ ഒന്ന് തട്ടി വീഴാൻ പോയേ. അതെനിക്ക് കറക്റ്റ് കിട്ടുകയും ചെയ്തു. ഞാൻ അമ്മാനോട് പറയുന്നുണ്ട് ഇതെടുത്തിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്നാണ് പറഞ്ഞേക്കണത്. ഇനി ഇത് കണ്ടാൽ എന്താ അവസ്ഥ എന്നറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ തായിഫിൽ കയറി. ഞാൻ അവിടുന്ന് ഒരു 2-3 ചപ്പൽസ് ഇതേപോലെ ട്രൈ ചെയ്തു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ലൊരു പാർട്ടി വെയർ ആണ്, എന്നാലും നമുക്ക് അത്യാവശ്യമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ സെൻറ്ററിലുള്ള ആ സ്റ്റോൺ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും എനിക്കിഷ്ടമായി. നമുക്ക് ഫങ്ഷണലായിട്ടും അല്ലാതെ കാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചപ്പലായിരുന്നു ഇത്. അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏതാവും എടുത്തിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഐറ്റംസൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങി ഓട്ടോ വിളിച്ചു വീട്ടിലോട്ട് പോയിട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ നമുക്ക്. അതുവരേക്കും ബൈ.